തൃപ്പൂണിത്തുറ തിരഞ്ഞെടുപ്പ് കേസിലെ എം സ്വരാജിന് തിരിച്ചടി. എംഎൽഎ കെ ബാബുവിന്റെ വിജയത്തിനെതിരെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജിന്റെ ഹർജിയാണ് തള്ളിയത്. വിധിയിൽ സന്തോഷമെന്ന് കെ ബാബു പ്രതികരിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്താണ് നമുക്കറിയാം ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സമയമാണ്. അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് സ്വരാജ് ഒരു പ്രസ്താവന കേരളയിലെ പ്രസംഗിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് സ്വരാജിന് എതിരായി ഇത്തരത്തിലൊരു പ്രചാരണം കെ ബാബു നടത്തുന്നു. മാത്രമല്ല, വോട്ടർമാർക്ക് വിതരണം ചെയ്ത സ്ലിപ്പിൽ UDF അയ്യപ്പന്റെ ചിത്രം ഉൾപ്പെടെ വെച്ചുവെന്ന് സ്വരാജ് അങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യവും ഉണ്ടായല്ലോ. കോടതിയിൽ ഈ പ്രചാരണ സാമഗ്രികളൊക്കെ സമർപ്പിച്ചിരുന്നു. പക്ഷേ കെ ബാബു പറഞ്ഞതെല്ലാം വ്യാജമാണെന്നാണ്. ഒരുപക്ഷെ അത് വെച്ചുകൊണ്ട് കോടതിയുടെ ഒരു നിലപാട് കെ ബാബുവിന് അനുകൂലമായി വന്ന സാഹചര്യം. കോടതിയിൽ എന്താണ് സംഭവിച്ചത്? ഒരു താൽക്കാലിക ആശ്വാസം കെ ബാബുവിന് UDF ക്യാമ്പിനും ലഭിച്ചൊരു സാഹചര്യമല്ലേ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 2021 ജൂണിലാണ് എം സ്വരാജ് ഇത്തരമൊരു ആരോപണവുമായിട്ട് കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. 3 വർഷം ആകാനായിട്ട് 2 മാസം ശേഷിക്കെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇക്കാര്യത്തിൽ വിധി പറഞ്ഞിരിക്കുന്നത്. കെ ബാബുവിന് ആശ്വാസം നൽകിക്കൊണ്ടുള്ളതാണ് ജസ്റ്റിസ് PG അജിത് കുമാറിന്റെ വിധി. അതായത് എം സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ആരോപണമായിട്ട് എം സ്വരാജ് ഉയർത്തിക്കാട്ടിയത് ശബരിമല അയ്യപ്പന്റെ പേരിലാണ് കെ ബാബു ഇത്തരത്തിൽ വോട്ടഭ്യർത്ഥിച്ചത്. മാത്രമല്ല, വോട്ടർമാർക്ക് വിതരണം ചെയ്ത സ്ലിപ്പിലടക്കം കെ ബാബുവിന്റെ ഫോട്ടോയ്ക്കൊപ്പം അയ്യപ്പന്റെ ഫോട്ടോയും ചേർത്ത്, അതുകൂടാതെ തന്നെ ചുവരെഴുത്തിലടക്കം അയ്യപ്പന്റെ പേരുപയോഗിച്ചു. കൂടാതെ കെ ബാബു തോൽക്കുകയാണെങ്കിൽ അയ്യപ്പൻ തോൽക്കുമെന്നുള്ള രീതിയിലുള്ള പ്രചാരണമാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ അത് ചട്ടലംഘനമാണ്. അതുകൊണ്ട് വിജയം അസാധുവാക്കി തന്നെ വിജയമായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് എം സ്വരാജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഇരുവശത്തു നിന്നും ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ കെ ബാബു തടസ്സവാദം ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കാരണം എം സ്വരാജിന്റെ വാദങ്ങളൊന്നും തന്നെ കഴമ്പുള്ളതല്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെയാണ് താൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതൊക്കെ തന്നെ ഈ എം സ്വരാജ് മുന്നോട്ട് വെച്ച തെളിവുകളൊക്കെ കൃത്രിമത്വം നിറഞ്ഞതാണ് എന്നുള്ള വാദമാണ്, തടസ്സവാദം എന്നുള്ള രീതിയിൽ കെ ബാബു ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. മാത്രമല്ല, എം സ്വരാജിന്റെ ഹർജി നിലനിൽക്കില്ല എന്നുള്ളൊരു ആദ്യ വാദവും ഹൈക്കോടതിയിൽ ആദ്യഘട്ടത്തിൽ കെ ബാബു മുന്നോട്ട് വെച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി ഇത് തള്ളുകയും പിന്നീട് കെ ബാബു സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തത്. സുപ്രീം കോടതി അന്നൊരു നിലപാടെടുത്തത് ഹൈക്കോടതി ഇക്കാര്യത്തിൽ വാദം കേട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം സ്വീകരിക്കട്ടെ എന്നുള്ളതായിരുന്നു. എന്തായാലും അന്തിമമായിട്ടുള്ള വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. കെ ബാബുവിന് ആശ്വാസം നൽകിക്കൊണ്ട് എം സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. കഴിഞ്ഞ അല്പസമയം മുൻപ് കെ ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലൊരു വിധി വന്നത് എല്ലാ പ്രവർത്തകർക്കും സന്തോഷം നൽകുന്നുണ്ട്. കോൺഗ്രസിന്റെ പാളയത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ജനകീയ കോടതി വിധി നേരത്തെ LDF പാലിച്ചില്ല. പക്ഷെ ഇന്ന് ഈ കോടതി വിധി, ഇപ്പോൾ വന്നിരിക്കുന്ന കോടതി വിധിയെങ്കിലും LDF അത് അംഗീകരിക്കാൻ തയ്യാറാകണം. മാത്രമല്ല, താൻ 100% തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ള വാദം അല്ലെങ്കിൽ അത്തരമൊരു കാര്യമാണ് അല്പസമയം മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മാത്രമല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് കെ ബാബുവിന്റെ വീടിന് മുന്നിലാണ്. അദ്ദേഹം പ്രവർത്തകരുമായിട്ട് ആഹ്ലാദം പങ്കിടുകയാണ്. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. ഒക്കെ തന്നെ ഈ വിധി തനിക്ക് അനുകൂലമായി വന്ന ഒരു സാഹചര്യത്തെ അദ്ദേഹം സന്തോഷഭരിതമായിട്ടാണ് നേരിടുന്നത്. എന്തായാലും എം സ്വരാജ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ തന്നെ എം സ്വരാജ് ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലെ തെളിവുകൾ അടക്കം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷെ അതൊന്നും തന്നെ മുഖവിലയ്ക്ക് ഹൈക്കോടതി സ്വീകരിച്ചത്. മാത്രവുമല്ല, ഈ എം സ്വരാജ് മുന്നോട്ട് വെച്ച വാദങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി തള്ളിയത് ഏറെ പ്രസക്തമായിട്ട് കാണേണ്ടി വരും. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ UDFനെ സംബന്ധിച്ചാണെങ്കിലും അതോടൊപ്പം തന്നെ LDFനെ സംബന്ധിച്ചാണെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. കാരണം ഇതിനെ വലിയ രീതിയിൽ പ്രസക്തമായിട്ട് നിർണായകമായിട്ട് ഇരു മുന്നണികളും കണ്ടിരുന്നു. കാരണം ഈ തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി അങ്ങോട്ടുള്ള പ്രചാരണങ്ങളിൽ അത് വലിയ രീതിയിൽ ചർച്ചയാവുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാട് അല്ലെങ്കിൽ വിധി 2 മുന്നണികൾക്കും ഏറെ നിർണായകമായിരുന്നു. എന്തായാലും UDF പാളയത്തിന് വളരെ ആശ്വാസവും അതോടൊപ്പം തന്നെ സന്തോഷവും നൽകുന്ന ഒരു വിധി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. LDF നേരത്തെ, അതായത് എം സ്വരാജ് മുന്നോട്ട് വെച്ച ആരോപണങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി തള്ളിയത്
UDF-നെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്നുണ്ട്. കെ ബാബുവിനെ സംബന്ധിച്ചാണെങ്കിലും കാരണം നേരത്തെ കെ ബാബു ഉന്നയിച്ച തടസ്സവാദങ്ങൾ കോടതി തള്ളിയ സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഒരു ആശ്വാസം LDF പാളയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അന്തിമ വിധിയിൽ കെ ബാബുവിന് ആശ്വാസം നൽകിക്കൊണ്ട് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരിക്കും തന്നെയാണ്. കാരണം ഈ സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ച സാഹചര്യം കഴിഞ്ഞ മാർച്ചിൽ ഈ ഹർജി തള്ളണമെന്ന് ആവശ്യപ്പെട്ടും രേഷ്മ പറഞ്ഞ പോലെ നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി പറഞ്ഞു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കേസിൽ വിധി സ്വരാജിന് പ്രതികൂലമാണെങ്കിൽ ഈ കേസ് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് നീളും എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നില്ലേ? വേണമെങ്കിൽ അത്തരമുള്ള ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഹർജിക്കാരൻ അത്തരത്തിൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം സ്വാഭാവികമായിട്ടും നിയമ നടപടികളുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ അത് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും അത്തരത്തിൽ മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള അപ്പീലിലേക്ക് കടക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും നിലവിൽ കെ ബാബുവിന് എതിരായിട്ടുള്ള എം സ്വരാജിന്റെ ഹർജി ജസ്റ്റിസ് PG അജിത് കുമാറിന്റെ സിംഗിൾ ബെഞ്ചാണ് തള്ളിയിരിക്കുന്നത്. എം സ്വരാജ് മുന്നോട്ട് വെച്ച വാദങ്ങൾ ഒന്നും തന്നെ ഹൈക്കോടതി മുൻപാകെ ബോധ്യപ്പെടുത്താൻ ഹർജിക്കാരന് സാധിച്ചില്ല. മാത്രവുമല്ല നേരത്തെ നിരവധി സാക്ഷികളെ കോടതി വിസ്തരിച്ച അല്ലെങ്കിൽ അവരുടെ മൊഴികൾ അടക്കം പരിശോധിച്ച ഒരു സാഹചര്യമുണ്ട്. അതുമാത്രവുമല്ല ഹർജിക്കാരൻ ഈ ഫേസ്ബുക്ക് പേജിലെ കെ ബാബുവിന്റെ ഫേസ്ബുക്ക് പേജിലെ വിശദാംശങ്ങൾ അടക്കം ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പേജിലെ വിശദാംശങ്ങൾ, ചുവരെഴുത്തുകൾ, ഈ സ്ലിപ്പ്, ഒരു പക്ഷേ പ്രചാരണ സാമഗ്രികൾ എന്ന് പറയുമ്പോൾ അതൊക്കെ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ജനപ്രാതിനിധ്യ നിയമം ലംഘിക്കപ്പെട്ടില്ല എന്നൊരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിച്ചേരുക. ഇത്തരത്തിൽ കെ ബാബുവിന് അനുകൂലമായി വിധി വരികയും ചെയ്യുന്നത് എന്താണ്? കാരണം കെ ബാബു പറഞ്ഞത് എം സ്വരാജ് ഹാജരാക്കിയതെല്ലാം കൃത്രിമ രേഖയാണ് എന്നുള്ളതായിരുന്നല്ലോ. ലക്ഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മതം, അതോടൊപ്പം തന്നെ ജാതി, ഭാഷ ഇവ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഇവ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പെരുമാറ്റച്ചട്ട ലംഘനമാണ്, തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാനാകും. ഈ ഒരു വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് എം സ്വരാജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പക്ഷേ ആ വാദങ്ങൾ സാധൂകരിക്കത്തക്ക തെളിവുകൾ അത് കോടതി മുൻപാകെ ബോധ്യപ്പെടുത്താൻ ഹർജിക്കാരന് സാധിച്ചില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വിധി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്ന ഈ ഒരു വിധി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന വിധി വളരെ ആശ്വാസം നൽകിക്കൊണ്ടാണ് UDF പാളയത്തിന് നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല കെ ബാബുവിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ അടക്കം പറഞ്ഞത് ജനകീയ കോടതിയുടെ വിധി LDF മാനിച്ചില്ല, പക്ഷേ ഈ കോടതി വിധിയെങ്കിലും മാനിക്കണം എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ കെ ബാബു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രവർത്തകരോടക്കം സന്തോഷം പങ്കുവെച്ചൊരു സാഹചര്യമുണ്ട്. എന്തായാലും എം സ്വരാജ് മുന്നോട്ട് വെച്ച വാദങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി തള്ളി. എന്തായാലും ഇക്കാര്യത്തിൽ മേൽക്കോടതി അടക്കം എം സ്വരാജ് സമീപിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലോ അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകിയേക്കും. എന്തായാലും മതചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രചാരണം നടത്തി, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിജയം അസാധുവാക്കണം എന്നുള്ള ഒരു വാദമാണ് അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യമാണ് എം സ്വരാജ് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് ഹൈക്കോടതി പരിഗണിച്ചില്ല. അതോടൊപ്പം തന്നെ പ്രസ്തുത ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. MLA സ്ഥാനം സംബന്ധിച്ച് കെ ബാബുവിന് അനുകൂലമായി വന്ന ഈ വിധി തെരഞ്ഞെടുപ്പ് വേളയിൽ UDF ക്യാമ്പിന് വലിയ ആശ്വാസമാണ്. ജനകീയ കോടതി വിധി അവർ മാനിച്ചില്ല, നീതിന്യായ കോടതിയുടെ വിധിയെങ്കിലും മാനിക്കണം എന്നാണ് വിധി വന്നതിന് ശേഷം കെ ബാബു മാധ്യമങ്ങളോട് പറഞ്ഞത്. രേഷ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.